തൃശൂർ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ലക്ഷ്മിയും ഭർത്താവ് രമേശും അവരുടെ 3 മക്കളും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. പ്രണയിച്ചു വിവാഹിതരായവരാണവർ. രമേശിന് സ്വന്തമായി കുടുംബമൊന്നുമില്ലായിരുന്നെങ്കിലും ലക്ഷ്മിയുടെ വലിയ കുടുംബം അവർക്ക് താങ്ങും തണലുമായുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ വീടിനടുത്ത് വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് രമേശ് തന്റെ വർക്ക്ഷോപ്പ് നടത്തി കുടുംബം പുലർത്തി. അവരുടെ 3 മക്കളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടുകൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഒരപകടത്തിൽപ്പെട്ട് രമേശ് അവരെ വിട്ടുപിരിഞ്ഞു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ലക്ഷ്മി തളർന്നുപോയി. പഠിക്കുന്ന മക്കൾ, അവരെ പഠിപ്പിക്കണം. 2 പെൺമക്കളുണ്ട്, അവരെ കെട്ടിച്ചയക്കണം. സ്വന്തമായി ഒരു വീടുപോലുമില്ല. മനസ്സുലഞ്ഞ ലക്ഷ്മി മക്കളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. കുറച്ചു മാസങ്ങൾ സഹോദരങ്ങളുടെ സഹായത്താൽ അവർ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു സഹോദരന്റെ കല്യാണം ഉറപ്പിച്ചു. അത് ലക്ഷ്മിയെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഇനിയും സഹോദരങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്നവർക്ക് തോന്നി. മക്കളുടെ നല്ല ഭാവിക്കായി താൻ എന്തെങ്കിലും ജോലി ചെയ്യണമെന്നവർ ഉറപ്പിച്ചു. അങ്ങനെ അമ്മാവന്റെ സഹായത്തിലൂടെ അവർക്ക് ദുബായിൽ ഒരു ജോലി ശരിയായി. അപരിചിതമായ നാട്ടിൽ അറിയാത്ത ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ എങ്ങനെ ജീവിക്കാമെന്നോർത്ത് ലക്ഷ്മി ഭയന്നു. എങ്കിലും മക്കളുടെ മുഖം മനസ്സിൽ കണ്ടപ്പോൾ ആ ഭയം ചെറുതായി. അവർക്കുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ലക്ഷ്മി തയ്യാറായിരുന്നു. അങ്ങനെ തന്റെ പൊന്നുമക്കളെ അമ്മയെ ഏൽപ്പിച്ച് കണ്ണീരോടെ ലക്ഷ്മി ദുബായിലേക്ക് വിമാനം കയറി. അവിടെ അവർക്ക് കിട്ടിയ ജോലി പ്രായമായ ഒരു വിദേശി അമ്മയെ നോക്കുക എന്നതായിരുന്നു. അടുക്കള ജോലികളൊന്നുമില്ലാതെ ആ അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കി ലക്ഷ്മി പുതിയ ജീവിതം ആരംഭിച്ചു. മക്കളുടെ ഭാവി എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അവർ ആ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്യാൻ തീരുമാനിച്ചുറച്ചു. ദുബായിൽ ജോലിക്ക് പോയ ലക്ഷ്മി എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു. മക്കളോടും അമ്മയോടും വിശേഷങ്ങൾ പങ്കുവയ്ക്കും. അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും. മക്കളുടെ പഠനത്തിനും മറ്റും ആവശ്യങ്ങൾക്കുമായി പണം അമ്മയുടെ പേരിൽ അഴിച്ചുകൊടുക്കുകയും ചെയ്യുമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ലക്ഷ്മിയുടെ മൂത്ത മകൾ ശ്രുതിക്ക് കല്യാണപ്രായമായി. ഒരു ദിവസം അമ്മ ലക്ഷ്മിയെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചു. മോളെ, ശ്രുതിക്ക് കല്യാണപ്രായമായി. നീ നാട്ടിലേക്ക് വന്നാലേ അവൾക്കു വേണ്ടി നല്ലൊരു ആലോചന നോക്കാൻ പറ്റൂ. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ശരിയമ്മേ, ഞാൻ ലീവിന് ചോദിച്ചു നോക്കട്ടെ. അമ്മയുടെ വാക്കുകളിൽ വാത്സല്യവും ആകാംക്ഷയും നിറഞ്ഞിരുന്നു. നീ ദുബായിലേക്ക് പോയിട്ട് 7 വർഷമായി. നിന്നെ കാണാൻ ഞങ്ങൾക്കും മക്കൾക്കുമെല്ലാം വലിയ ആഗ്രഹമുണ്ട്. ശരിയമ്മേ, ഞാൻ ഉടൻ തന്നെ ലീവ് ചോദിച്ചിട്ട് എത്രയും വേഗം വരാം എന്നു പറഞ്ഞ് ലക്ഷ്മി ഫോൺ വെച്ചു. അങ്ങനെയിരിക്കെ കുറച്ചു മാസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് നഴ്സായി ജോലി കിട്ടി. അവൾ ജോലിയിൽ പ്രവേശിച്ചു. ലക്ഷ്മിയുടെ മകൻ അരുൺ 10ാം ക്ലാസ് പഠനം നിർത്തി അമ്മാവന്റെ മൊബൈൽ ഷോപ്പിൽ ജോലിക്കു പോകാൻ തുടങ്ങി. ഇളയ മകൾ രമ്യ 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഈ സമയത്താണ് നാട്ടിലേക്കൊരു ഫോൺ കോൾ വരുന്നത്. അത് ലക്ഷ്മിയായിരുന്നു. തനിക്ക് ലീവ് കിട്ടിയെന്നും നാട്ടിലേക്ക് ഉടൻ വരുമെന്നും ലക്ഷ്മി സന്തോഷത്തോടെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ മക്കളുടെ എല്ലാം മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. 2 മാസത്തിനു ശേഷം ആ ദിവസം എത്തി. ലക്ഷ്മി നാട്ടിലേക്ക് മടങ്ങി വരുന്ന ദിവസം. ലക്ഷ്മിയെ സ്വീകരിക്കാൻ മക്കളും അമ്മയും സഹോദരങ്ങളും ഉൾപ്പെടെ എല്ലാവരും എയർപോർട്ടിലേക്ക് പോയിരുന്നു. ഏറെ കാത്തിരിപ്പിനു ശേഷം ലക്ഷ്മി പുറത്തേക്ക് വന്നപ്പോൾ അവരെ കണ്ടത് മക്കൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അമ്മ അവരെ മാറോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. സ്വന്തം അമ്മയെയും കെട്ടിപ്പിടിച്ച് അവർ കരഞ്ഞു. നാട്ടിൽ തിരിച്ചെത്തി കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മൂത്ത മകൾ ശ്രുതിക്ക് നല്ലൊരു വിവാഹാലോചന വന്നു. അവർക്ക് പരസ്പരം ഇഷ്ടപ്പെടുകയും 1 മാസത്തിനുള്ളിൽ തന്നെ വിവാഹവും കല്യാണവും ഗംഭീരമായി നടത്തുകയും ചെയ്തു. വർഷങ്ങളോളം ലക്ഷ്മി അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാമുള്ള പ്രതിഫലമായിരുന്നു മകളുടെ ഈ സന്തോഷം. ഒരു ദിവസം ലക്ഷ്മിയുടെ ഇളയ മകൾ രമ്യ തനിക്കൊരു സ്വർണ്ണ പാദസരം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതേസമയം മകൻ തനിക്കൊരു സ്കൂട്ടർ വേണമെന്നും ആവശ്യപ്പെട്ടു. ലക്ഷ്മി അവന്റെ ആവശ്യം അംഗീകരിച്ചു. അവന് സ്കൂട്ടർ വാങ്ങി നൽകി. മകൾക്ക് പാദസരം വാങ്ങി നൽകാൻ ലക്ഷ്മി തയ്യാറായില്ല. അതിന് കാരണം ചോദിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞത്, എന്നെ നോക്കാൻ എന്റെ മകൻ മാത്രമേ കാണൂ. നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിലേക്ക് പോകും എന്നാണ്. ഇത് കേട്ട രമ്യയ്ക്ക് വളരെയധികം സങ്കടമായി. ഒരു ദിവസം അവൾ ലക്ഷ്മിയോട് ചോദിച്ചു, അമ്മേ, നമുക്ക് അതിരപ്പള്ളിയിലേക്കൊരു ടൂർ പോയാലോ? ഞാനിതുവരെ അത് കണ്ടിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അരുൺ ഇടയിൽ കയറി, അവിടെയൊന്നും പോണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം എന്നു പറഞ്ഞു. ലക്ഷ്മി മകനെ പിന്തുണച്ചു. അവൻ പറയുന്നതുപോലെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. അവൻ നല്ലൊരു സ്ഥലം പറയും. പിന്നീട് രമ്യയ്ക്ക് ലക്ഷ്മിയോടൊന്നും പറയാൻ തോന്നിയില്ല. അവൾ മനസ്സിൽ വിഷമം ഒതുക്കി നിന്നു.
അങ്ങനെ ലക്ഷ്മിക്ക് ദുബായിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. എല്ലാവരുമായി സന്തോഷത്തോടെ കഴിഞ്ഞ ദിവസങ്ങളുടെ ഓർമ്മകളുമായി അവർ ദുബായിലേക്ക് മടങ്ങി. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അരുൺ ഒരു കട തുടങ്ങാനായി ലക്ഷ്മിയോട് പണം ചോദിച്ചു. ലക്ഷ്മി ഉടൻ തന്നെ അവന് പണം നൽകി. പിന്നീട് തന്നെ നോക്കാൻ അവൻ മാത്രമേ കാണൂ എന്ന വിശ്വാസമായിരുന്നു ഇതിന് കാരണം. അങ്ങനെ അരുൺ നാട്ടിൽ ഒരു മൊബൈൽ ഷോപ്പ് ലീസിനെടുത്തു. അവനൊരു സുഹൃത്ത് ഈ ബിസിനസ്സിൽ പങ്കാളിയായി ചേർന്നു. ഷോപ്പ് നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ തുടങ്ങിയപ്പോൾ അരുൺ ഇളയ സഹോദരി രമ്യയുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നോക്കാൻ തുടങ്ങി. രമ്യ നല്ല മാർക്കോടെ 10ാം ക്ലാസ് പാസ്സായി. നല്ല മാർക്കുണ്ടായിട്ടും അവളെ സർക്കാർ സ്കൂളിലേക്ക് വിടാതെ വീട്ടിനടുത്തുള്ള ഒരു സ്വകാര്യ കോളേജിൽ +1 +2 പഠിക്കാൻ വിട്ടു. വർഷങ്ങൾ കടന്നുപോയി. അരുൺ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാരവനെ വഴക്കു പറഞ്ഞു. രമ്യയുടെ കല്യാണം കഴിയാതെ അവന്റെ കല്യാണം നടത്തില്ലെന്ന് അമ്മാവന്മാർ തീർത്തു പറഞ്ഞു. അങ്ങനെ രമ്യയ്ക്കു വേണ്ടി ചെക്കനെ നോക്കാൻ തുടങ്ങി. രമ്യ അതിസുന്ദരിയും കണ്ടാൽ ആർക്കും ഇഷ്ടം തോന്നുന്ന പ്രകൃതമുള്ള കുട്ടിയായിരുന്നു. അവൾക്ക് ധാരാളം ആലോചനകൾ വന്നു. പക്ഷേ അതൊന്നും അവൾക്കിഷ്ടപ്പെട്ടില്ല. അവൾ പറഞ്ഞു, എനിക്കിപ്പോൾ കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണം. അരുണിന്റെ കല്യാണം നടത്തിക്കോ. എന്റെ പേര് പറഞ്ഞ് അത് മുടക്കാൻ നിൽക്കണ്ട. കാരണം അരുൺ ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് വേറെയും കല്യാണാലോചനകൾ വരുന്നുണ്ടായിരുന്നു. അരുണിന് അവളെ നഷ്ടപ്പെടാതിരിക്കാനാണ് രമ്യ ഇങ്ങനെ പറഞ്ഞത്. ഈ വിവരം ലക്ഷ്മിയെ വിളിച്ചറിയിച്ചു. നിങ്ങൾ നിശ്ചയം നടത്തിക്കോ, ഞാൻ കല്യാണത്തിന് ദിവസം എത്തിക്കൊള്ളാം എന്ന് ലക്ഷ്മി പറഞ്ഞു. അങ്ങനെ അവർ സമ്മതിച്ചു. തുടർന്ന് രമ്യ പഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് പോയി. 2 മാസം കഴിഞ്ഞപ്പോൾ അരുണിന്റെ നിശ്ചയസമയത്ത് അവൾ നാട്ടിലെത്തി. അവന്റെ നിശ്ചയം വളരെ ഗംഭീരമായി നടന്നു. അതിനുശേഷം അവൾ ബാംഗ്ലൂരിലേക്ക് തിരിച്ചുപോയി. അവിടെ അവൾ പാർട്ട് ടൈം ജോലി ചെയ്ത് പഠിക്കുകയായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. അരുണിന്റെ കല്യാണത്തിന് ഇനി ആഴ്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ലക്ഷ്മി നാട്ടിലേക്ക് വരുന്നത്. ലക്ഷ്മി വന്ന വിവരം മകൾ രമ്യയെ ഫോണിൽ വിളിച്ചറിയിച്ചു. അവൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് പരീക്ഷയാണ്, അത് കഴിഞ്ഞാലുടൻ ഞാൻ നാട്ടിലേക്ക് വരാം. അരുണിന്റെ വിവാഹ തലേന്നാണ് രമ്യ നാട്ടിലെത്തുന്നത്. രമ്യയെ അരുണിന്റെ സുഹൃത്ത് രാജേഷിന് ഇഷ്ടപ്പെട്ടു. രാജേഷ് ഈ വിവരം അരുണിനെ അറിയിച്ചു. എന്റെ കല്യാണം കഴിയട്ടെ, അതിനുശേഷം വീട്ടിൽ പറയാം എന്ന് അരുൺ മറുപടി നൽകി. അങ്ങനെ അരുണിന്റെ കല്യാണം വളരെ ഗംഭീരമായി നടന്നു. കല്യാണം കഴിഞ്ഞുടൻ രമ്യ തിരിച്ചുപോകാൻ തയ്യാറെടുത്തു. ഈ സമയം അരുൺ വീട്ടിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാജേഷിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. എന്റെ കൂട്ടുകാരനായ രാജേഷിന് രമ്യയെ ഇഷ്ടമാണ്, അവൻ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അരുൺ പറഞ്ഞു. വീട്ടിലുള്ളവരെല്ലാം രമ്യയെ നോക്കി. രമ്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ താൽപ്പര്യമില്ല, എനിക്ക് പഠിക്കണം. സ്വന്തമായൊരു ജോലി കിട്ടിയതിനു ശേഷം മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഇത് കേട്ട അമ്മാവന്മാർ അവൾക്കിഷ്ടമല്ലെങ്കിൽ നിർബന്ധിക്കണ്ട എന്നു പറഞ്ഞു. അങ്ങനെ രമ്യ ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോയി. ദൂരെ യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയ ലക്ഷ്മിക്ക് പിന്നീട് ദുബായിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. അവർക്ക് തൈറോയിഡ്, ഷുഗർ പോലുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. ഇനി എനിക്ക് പോകാൻ വയ്യ എന്നവർ വീട്ടുകാരെ അറിയിച്ചു. ഇനി രമ്യയുടെ കല്യാണം കൂടി നോക്കണ്ടേ എന്നു പറഞ്ഞവർ മക്കളെ ഓർമ്മിപ്പിച്ചു. ഇത് കേട്ട മകൻ അരുൺ പറഞ്ഞു, അവളുടെ കല്യാണത്തിന് കൂടി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അമ്മ പിന്നീട് പോകാതിരുന്നാൽ മതി. അതേസമയം മൂത്ത മകൾ ശ്രുതി പറഞ്ഞത്, അമ്മ പോയിട്ട് വേണം എന്റെ ഭർത്താവിനൊരു കാർ വാങ്ങിക്കാൻ എന്നുമായിരുന്നു. ഈ സംഭാഷണങ്ങൾ കഴിഞ്ഞപ്പോൾ പതിവ് പോലെ രമ്യ ലക്ഷ്മിയെ വിളിച്ചറിയിച്ചു. മക്കൾ പറഞ്ഞ കാര്യങ്ങൾ ലക്ഷ്മി രമ്യയെ അറിയിച്ചു. അപ്പോൾ രമ്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, എനിക്ക് വേണ്ടി അമ്മ എങ്ങോട്ടും പോകണ്ട, സന്തോഷത്തോടെ നാട്ടിൽ നിന്നോളൂ. അവനിപ്പോൾ സമ്പാദിക്കുന്നുണ്ടല്ലോ, അവൻ അമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. പിന്നെ നിന്റെ കാര്യങ്ങൾ ഇനി നോക്കേണ്ടതും അവൻ തന്നെയല്ലേ. മകൻ നോക്കിക്കൊള്ളുമെന്ന വിശ്വാസത്തിൽ ലക്ഷ്മി നാട്ടിൽ തന്നെ തുടർന്നു. എന്നാൽ ഒരു ദിവസം അരുൺ ഭാര്യയുമായി വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറാൻ പോകുകയാണെന്ന് പറഞ്ഞു. അതുകഴിഞ്ഞ് അവൻ ലക്ഷ്മിയെ വിളിച്ചുപോലും ചെയ്തില്ല. ഇത് കണ്ട ലക്ഷ്മിയുടെ അമ്മ അവനോട് പറഞ്ഞു, അവൾ നിന്റെ അമ്മയല്ലേടാ, അവൾ എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങളെയൊക്കെ വളർത്തിയത്. അപ്പോൾ അരുൺ പറഞ്ഞു, ചെലവ് കൂടുതലാണമ്മേ, അമ്മയുടെ ഹോസ്പിറ്റൽ ചെലവ് ഒരിക്കലും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്
ഞാൻ എൻ്റെ ഭാര്യയുമായി മാറി താമസിക്കാൻ പോകുന്നത്. മകന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു. മകൻ നോക്കുമെന്ന് പറഞ്ഞ് രമ്യയ്ക്കായി കരുതിവെച്ചതെല്ലാം താൻ അവന് നൽകി. എന്നിട്ടും ആ പാവം പെണ്ണിന് ഒരു പാദസരം പോലും വാങ്ങി നൽകാൻ തനിക്കായില്ല. അതിലൊന്നും അവൾക്കൊരു പരാതിയും പോലുമില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം രമ്യ നാട്ടിലെത്തിയപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അവൾ ലക്ഷ്മിയോട് പറഞ്ഞു, "എന്റെ കൂടെ പോരുന്നു അമ്മേ. ഞാൻ ബാംഗ്ലൂരിൽ ഒരു വാടക വീട്ടിലാണ് താമസം. എന്റെ കോളേജ് ഫീസ് അടയ്ക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ സാറാണ്. അതിനു പുറമെ എനിക്ക് മാസം കുറച്ച് രൂപ ശമ്പളമുണ്ട്. എന്റെ കൂടെ വരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വന്നോളൂ." ഇത് കേട്ട ലക്ഷ്മി സന്തോഷം കൊണ്ട് ചിരിച്ചു. അവർ രമ്യയുടെ കൂടെ ബാംഗ്ലൂരിലേക്ക് പോയി. പിന്നീട് അരുണിനൊരു കുഞ്ഞു പിറന്നു. പക്ഷേ അവൻ ആരെയും അത് അറിയിച്ചില്ല. ഇപ്പോൾ അവന് ഭാര്യയും ഭാര്യ വീട്ടുകാരും മാത്രമായിരുന്നു. എങ്കിലും രമ്യ ഈ വിവരം അറിഞ്ഞപ്പോൾ നേരിട്ട് ഭാര്യ വീട്ടിൽ പോയി കുഞ്ഞിനൊരു മോതിരം നൽകി. "സ്വന്തം അമ്മയോട് നിനക്ക് ഈ കാര്യം വിളിച്ചു പറയാൻ വയ്യ അല്ലേ?" എന്ന് രമ്യ അരുണിനോട് ചോദിച്ചു. അപ്പോൾ അരുണും ഭാര്യയും പറഞ്ഞ മറുപടി, "ഞങ്ങളോട് പറഞ്ഞിട്ടാണോ അമ്മ ബാംഗ്ലൂരിലേക്ക് പോയത് എന്നായിരുന്നു. നീ നോക്കാത്തതുകൊണ്ടല്ലേ ഞാൻ കൊണ്ടുപോയത്" എന്ന് രമ്യ തിരിച്ചടിച്ചു. "നീ കൊണ്ടുപോയപ്പോൾ നാട്ടുകാരുടെ ഇടയിൽ ഞാൻ പെറ്റതള്ളയെ നോക്കാത്തവനായി മാറി. അത് സത്യമല്ലേ?" അവൾ പറഞ്ഞു. "എനിക്കിപ്പോൾ ഒരു കുടുംബമായി. എന്റെ ഭാര്യ പറയുന്നത് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റൂ. അമ്മയെ അറിയിക്കാത്തത് അമ്മ വന്നാൽ പിന്നെ ഇവിടെ നിന്ന് പോയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ്" എന്നവൻ പറഞ്ഞപ്പോൾ രമ്യ കണ്ണീരോടെ മറുപടി നൽകി, "നിനക്കും ആൺകുട്ടിയാണ്." ആ മറുപടിയിൽ അവൾക്ക് പറയാനുള്ളതെല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് അവൾ നേരെ ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോയി. അരുണിനോട് തർക്കിച്ച കാര്യങ്ങളൊന്നും രമ്യ ലക്ഷ്മിയോട് പറഞ്ഞില്ല. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം രമ്യ ജോലി ചെയ്യുന്ന ഓഫീസിലെ അക്കൗണ്ടന്റായ നവീനുമായി അവൾ പ്രണയത്തിലായി. ഈ കാര്യം രമ്യ തന്നെ അവളുടെ അമ്മാവന്മാരോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്ക് ആശങ്കയായി. സ്വർണമൊന്നുമില്ലാതെ എങ്ങനെയാണ് അവർ കല്യാണം കഴിക്കുക? രമ്യയുടെ കല്യാണം നമ്മുടെ തലയിലാകുമോ എന്നവർ ഭയപ്പെട്ടു. ലക്ഷ്മിക്ക് രമ്യയുടെ കാര്യമോർത്ത് രാത്രി ഉറക്കം നഷ്ടപ്പെട്ടു. "എന്റെ മോൾക്കു വേണ്ടി ഞാൻ ഒന്നും കരുതിവെച്ചില്ലല്ലോ" എന്നോർത്ത് അവർ ദിവസവും കണ്ണീരൊഴുക്കി. അതിനിടെ നവീന് ദുബായിൽ ജോലി ശരിയായി. അവർ അങ്ങോട്ടു പോയി. എങ്കിലും അവൻ ദിവസവും 4 പ്രാവശ്യമെങ്കിലും രമ്യയെ വിളിക്കുമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. രമ്യയുടെ പഠനം പൂർത്തിയായി. അവൾ നാട്ടിലേക്ക് മടങ്ങി. അവിടെ വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ലക്ഷ്മിയുടെ അമ്മ മരിക്കുന്നത്. ഒരു ദിവസം രമ്യയെ കാണാൻ നവീന്റെ ഉപ്പയും അമ്മയും അനിയനും വന്നു. നവീൻ നാട്ടിൽ വന്നതിന് ശേഷം കല്യാണം നടത്താമെന്ന് പറഞ്ഞ് അവർ പോയി. അതിനുശേഷം 1 മാസത്തിനുള്ളിൽ നവീൻ നാട്ടിലെത്തി. ഈ ദിവസങ്ങളിലൊക്കെയും ലക്ഷ്മിയുടെ മനസ്സിൽ ഒരു ചിന്തയായിരുന്നു. എന്റെ മകൾ കല്യാണം കഴിച്ചു പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും? എന്റെ ചിലവിന് ഞാൻ എന്തു ചെയ്യും എന്നുള്ള ആശങ്ക അവരെ അലട്ടി. നവീന്റെ വീട്ടിൽ നിന്ന് കല്യാണത്തിന്റെ തീയതി അറിയിച്ചുകൊണ്ട് ഫോൺ വന്നു. കല്യാണത്തിന് ഇനി വെറും 10 ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ അരുണും ഭാര്യയും ആ വീട്ടിൽ ഒരു അതിഥിയെപ്പോലെയായിരുന്നു പെരുമാറിയത്. ലക്ഷ്മിയെ രമ്യ നോക്കുന്നത് കാരണം നാട്ടുകാർ അരുണിനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് രമ്യയോട് ദേഷ്യമായിരുന്നു. അങ്ങനെ രമ്യയുടെ കല്യാണം കഴിഞ്ഞു. നവീന്റെ കുടുംബം വളരെ ഉയർന്ന നിലയിലുള്ളവരായിരുന്നു. അത് അരുണിന്റെ ഭാര്യയിൽ അസൂയ വളർത്തി. കല്യാണത്തിന് ശേഷം 10 ദിവസത്തിനുള്ളിൽ തന്നെ വിരുന്ന് നടത്താൻ തീരുമാനിച്ചു. രമ്യ പോകുമെന്ന വിഷമവും പിന്നീട് വാടക എങ്ങനെ കൊടുക്കും, എങ്ങനെ ജീവിക്കുമെന്ന ചിന്തയും ലക്ഷ്മിയെ അലട്ടി. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. ആരും രമ്യയെ സഹായിക്കാനുണ്ടായിരുന്നില്ല. എല്ലാവരും അതിഥികളെപ്പോലെയാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. സ്വർണം വാങ്ങിക്കാൻ തന്റെ കയ്യിൽ പണമില്ലെന്ന് രമ്യ നവീനോട് പറഞ്ഞു. ഉടൻ തന്നെ നവീൻ സ്വർണം വാങ്ങാനുള്ള പണം രമ്യയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു. നവീൻ അവളുടെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. രമ്യ ആ പണം ഉപയോഗിച്ച് സ്വർണം വാങ്ങി. തന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ചു പണം മണ്ഡപത്തിനും കല്യാണ ഭക്ഷണത്തിനുമായി അവൾ നൽകി. കല്യാണ ദിവസം രമ്യ ലക്ഷ്മിയോട് പറഞ്ഞു, "അടുത്ത 1 വർഷത്തേക്കുള്ള വാടക ഞാൻ കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ അക്കൗണ്ടിൽ ഞാൻ കുറച്ച് പണം ഇട്ടിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ അതിൽ നിന്ന് എടുത്തോളൂ." ഇത് കേട്ട് ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു. "എന്റെ മകൾ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു. പക്ഷെ അവൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ" എന്നോർത്തവർ സങ്കടപ്പെട്ടു. മകൻ നോക്കുമെന്ന് കരുതിയ ലക്ഷ്മിക്ക് തെറ്റുപറ്റിയിരുന്നു. കല്യാണം വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. രമ്യയ്ക്ക് നവീന്റെ വീട്ടിനടുത്തുള്ള ഒരു സ്കൂളിൽ ജോലി ലഭിച്ചു. എല്ലാ മാസവും അവൾ ശമ്പളത്തിൽ നിന്ന്
ഒരു തുക ലക്ഷ്മിക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. അവധിക്കാലത്ത് അവൾ ലക്ഷ്മിയുടെ കൂടെ പോയി താമസിക്കുകയും അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി നൽകുകയും അവരെ ടൂറ് കൊണ്ടുപോവുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. രമ്യ ഗർഭിണിയായി. അവൾക്ക് ജോലി രാജിവെക്കേണ്ടി വന്നു. ഇതവളെ വിഷമിപ്പിച്ചു. കാരണം തന്റെ ശമ്പളം കൊണ്ടാണ് ലക്ഷ്മിയുടെ കാര്യങ്ങൾ നടന്നിരുന്നത് എന്നവൾക്ക് നന്നായി അറിയാമായിരുന്നു. ഇനി എന്തു ചെയ്യുമെന്ന ചിന്തയിലായി അവൾ. ഒരു ദിവസം ഈ കാര്യങ്ങളോർത്ത് രമ്യ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നവീന്റെ അക്കൗണ്ടിൽ അവൾക്ക് കുറച്ച് പണം വന്നു. ദുബായിൽ നിന്ന് വിളിച്ചപ്പോൾ നവീൻ പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് ചിലവിനുള്ളതും വാടകയ്ക്കുള്ളതും ആശുപത്രി ആവശ്യങ്ങൾക്കുമുള്ള പണം അതിലുണ്ട്. അത് അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കണം. എനിക്കിതോർത്ത് വിഷമിക്കുകയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് രമ്യ അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോൾ നവീൻ പറഞ്ഞു, നമ്മൾ പ്രണയിച്ചിരുന്നപ്പോൾ നീയൊരു കാര്യം എന്നോട് പറഞ്ഞതോർക്കുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞാലും എന്റെ അമ്മയെ നിങ്ങൾ നോക്കണമെന്ന്. ഞാനത് പാലിച്ചുവെന്ന് മാത്രം. ഇത് കേട്ടവൾ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ എല്ലാ മാസവും നവീൻ രമ്യയ്ക്ക് പണം അയച്ചു കൊടുക്കുകയും അവളത് ഉടനടി ലക്ഷ്മിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊടുക്കുകയും ചെയ്തു. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. രമ്യ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് ലക്ഷ്മിക്ക് കൊടുക്കാൻ അവളുടെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കി അവളുടെ അമ്മാവൻ അരുണിനോട് പറഞ്ഞു, ഈ മാസം നിന്റെ അമ്മയ്ക്ക് കുറച്ച് പണം കൊടുക്കണം. അപ്പോൾ അരുണിന്റെ മറുപടി, അവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ പണമില്ല, പണമുണ്ടായാൽ പോലും കൊടുക്കാൻ പറ്റില്ല എന്നായിരുന്നു. അമ്മാവൻ അരുണിനോട് പണം ചോദിച്ചതറിഞ്ഞ് രമ്യ ദേഷ്യപ്പെട്ടു. എന്തിനാണ് മാമ അവനോട് പോയി ചോദിക്കാൻ നിന്നത് എന്ന് രമ്യ ചോദിച്ചു. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, അവന്റെ അമ്മയല്ലേ, അവനും കടമയല്ലേ നോക്കാൻ, അതുകൊണ്ടാണ് ഞാൻ പോയി പറഞ്ഞത്. അതിനൊന്നും രമ്യ മറുപടി പറഞ്ഞില്ല. ഉടൻ തന്നെ രമ്യ ലക്ഷ്മിക്ക് പണം സംഘടിപ്പിച്ചയച്ചു കൊടുത്തു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം രമ്യയ്ക്ക് അമ്മാവന്റെ ഒരു ഫോൺ കോൾ വന്നു. മോളെ, അരുണിനെ അവന്റെ കൂട്ടുകാരൻ പറ്റിച്ചു, അവന്റെ എല്ലാ പണവും പോയി എന്ന് അമ്മാവൻ പറഞ്ഞു. ഇത് കേട്ട് രമ്യയ്ക്ക് വിഷമമായി. അവളൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു. ഒരു ദിവസം അരുൺ അമ്മാവന്റെ അടുത്തേക്ക് വന്നു. നഷ്ടപ്പെട്ട പണത്തിന്റെ വിഷമം അവൻ അമ്മാവനോട് പറഞ്ഞു. അപ്പോൾ അമ്മാവൻ അവനോട് പറഞ്ഞു, ഒരു മാസത്തെ പണം നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ നിന്റെ കയ്യിൽ പണമില്ലെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ടാണ് ദൈവം നിന്നെ ഇവിടെ എത്തിച്ചത്. സ്വന്തം അമ്മയെ നോക്കിയാൽ അനുഗ്രഹം കൂടുകയുള്ളൂ, കുറയില്ല. നിന്റെ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നപ്പോൾ, നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നപ്പോൾ നിനക്ക് അമ്മയെ വേണമായിരുന്നു. അമ്മയ്ക്ക് ജോലിയില്ലാതായി അസുഖം വന്നപ്പോൾ അവളെ നോക്കാൻ നിനക്ക് വയ്യല്ലേ? ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്ന അരുൺ അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. തുടർച്ചയായ ബിസിനസ് നഷ്ടങ്ങളെ തുടർന്ന് കടം കയറി അരുൺ ദുബായിലേക്ക് പോയി. കുറച്ചു നാളിന് ശേഷം അവൻ അമ്മാവനെ വിളിച്ചു. നല്ല ജോലിയാണ്, സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ സംസാരത്തിനിടയിൽ അവൻ തന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചും പറഞ്ഞു. ഉറക്കമില്ല മാമ, വെറും 3 മണിക്കൂർ മാത്രമാണ് ഞാൻ ഉറങ്ങുന്നത്, കാലുവേദനയുണ്ട്, വിശ്രമിക്കാൻ പോലും സമയമില്ല എന്നവൻ അമ്മാവനോട് സങ്കടം പറഞ്ഞു. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, ഇതുപോലെ തന്നെയാടാ നിന്റെ അമ്മയും. രാവും പകലും ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ടാണ് നിങ്ങളെ അവൾ വളർത്തിയത്. മകൻ നോക്കുമെന്ന് വിചാരിച്ച് ഇപ്പോൾ ദൈവം നിന്നെ അവിടെ എത്തിച്ചില്ലേ? അമ്മയെ നോക്കുന്ന രമ്യയെ കണ്ടില്ലേ? കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ കൂടെ ദുബായിലാണവൾ. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നു. ഇന്നുവരെ നമ്മുടെ വീട്ടിൽ നിന്ന് അവളോട് സുഖമാണോ എന്ന് അന്വേഷിച്ച ആരും വിളിച്ചിട്ടില്ല. എന്നിട്ടും അവൾ എല്ലാവരുടെയും വിശേഷങ്ങൾ അറിയാൻ വിളിക്കാറുണ്ട്. ഒന്നിനും ഒരു പരാതിയുമില്ല. രമ്യയുടെ കല്യാണത്തിന് തനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെന്ന് അമ്മാവൻ അരുണിനോട് പറഞ്ഞു. അവൾ പ്രസവിച്ചപ്പോൾ ആ കുട്ടികൾക്ക് ഒന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു. എന്നാൽ അരുണിന് രമ്യയെക്കുറിച്ച് ആരു പറഞ്ഞാലും പുച്ഛം മാത്രമാണുണ്ടായിരുന്നത്. അവർ ഫോൺ വെച്ചു. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ലക്ഷ്മി സഹോദരിയുടെ വീട്ടിലേക്ക് വിരുന്നരിക്കാൻ പോയി. ആ സമയത്ത് അവളുടെ കാലൊടിഞ്ഞു. മൂത്ത സഹോദരി ഉടൻ തന്നെ രമ്യയെ വിളിച്ച് വിവരം പറഞ്ഞു. ദുബൈയിലായിരുന്നു രമ്യ. അവൾ ശ്രുതിയെ വിളിച്ചു. നീ പോയി അമ്മയെ ആശുപത്രിയിൽ കാണിക്കണം എന്നു പറഞ്ഞു. ശ്രുതി ലക്ഷ്മിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ കാലിന്റെ എല്ല് പൊട്ടിയെന്നും കമ്പിയിടണമെന്നും പറഞ്ഞു. ഓപ്പറേഷൻ റൂം, മരുന്ന് എന്നിവയ്ക്കെല്ലാമായി 1.5 ലക്ഷം രൂപ ചിലവാകുമെന്നും അവർ പറഞ്ഞു. ശ്രുതി രമ്യയെ വിളിച്ച് ഈ വിവരം അറിയിച്ചു. എന്റെ കയ്യിൽ പണമൊന്നുമില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് ശ്രുതി പറഞ്ഞു. രമ്യ പറഞ്ഞു, നീ അമ്മയുടെ കൂടെ ആശുപത്രിയിൽ നിന്ന് നോക്കിയാൽ മാത്രം മതി. പണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് അയച്ചു തരാം. രമ്യ നവീനെ വിളിച്ചു. അപ്പോൾ അവൻ ഓഫീസിലായിരുന്നു. അവൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ 1 ലക്ഷം രൂപ രമ്യയുടെ അക്കൗണ്ടിലേക്ക് നവീൻ അയച്ചു കൊടുത്തു. ബാക്കി പണം ഡിസ്ചാർജ് സമയത്ത് അയച്ചു തരാമെന്നും പറഞ്ഞു. രമ്യ ആ പണം സഹോദരിക്ക് അയച്ചു കൊടുത്തു. ആശുപത്രി ബില്ലുകളെല്ലാം തനിക്ക് അയച്ചു തരണമെന്നും അവൾ പറഞ്ഞു. അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള തുകയും രമ്യ ആശുപത്രിയിൽ അടച്ച് ലക്ഷ്മിയെ ഡിസ്ചാർജ് ചെയ്തു.
പിന്നീട് നേരെ ശ്രുതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ലക്ഷ്മിക്ക് 1 മാസം വിശ്രമം ആവശ്യമായിരുന്നു. 1 മാസം നോക്കണം, നീ അതിനുള്ള ചിലവിനുള്ള പണം ഞാൻ അയച്ചു തരാം എന്ന് രമ്യ പറഞ്ഞപ്പോഴാണ് ശ്രുതി അമ്മയെ നോക്കാൻ സമ്മതിച്ചത്. 1 മാസം കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ എല്ലാം സാധാരണ നിലയിലായി. ഇനി വിശ്രമം ആവശ്യമില്ലെന്ന് പറഞ്ഞു. അതോടെ ലക്ഷ്മി നേരെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ലക്ഷ്മിയുടെ വീട്ടിൽ ആരു വന്നാലും രമ്യയെക്കുറിച്ച് നല്ലത് പറയുമായിരുന്നു. എല്ലാ ആൺമക്കളും നോക്കിക്കൊള്ളുമെന്ന് കരുതരുത്, എല്ലാ മക്കളെയും ഒരുപോലെ കാണണം എന്നവരെപ്പോഴും പറയും. ദുബൈയിൽ നിന്ന് രമ്യ വിളിക്കുമ്പോഴെല്ലാം ലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ഒരു ദിവസം അരുണിന്റെ കോള് വന്നു. അവൻ അസുഖമാണെന്ന് പറഞ്ഞ് ലക്ഷ്മിയെ വിളിച്ചു. നിങ്ങളെന്നെ ശപിക്കരുത്, നിങ്ങളുടെ ശാപമാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയത്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, മക്കൾ എത്ര ദ്രോഹം ചെയ്താലും അമ്മമാർ അവർ നന്നായിരിക്കാൻ മാത്രമേ പ്രാർത്ഥിക്കൂ. നിന്റെ അസുഖവും കടവും നീ വരുത്തിവെച്ചതാണ്, അതെന്റെ ശാപമാണെന്നും പറഞ്ഞ് എന്റെ തലയിൽ കെട്ടിവെക്കരുത്. അമ്മയെ നോക്കിയാൽ സമ്പത്ത് കുറയുമെന്ന് പറഞ്ഞവനാണ് നീ. എന്നിട്ട് നീ എന്തൊക്കെ വാങ്ങിക്കൂട്ടി? രമ്യയെ കണ്ടില്ലേ, സ്വന്തമായി കല്യാണം നടത്തി, ഒരു കാര്യത്തിനും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പ്രസവിക്കാൻ പോലും എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞു വന്നില്ല. അവളൊരു നന്മ കൊണ്ടാണ് അവൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയത്. ഇതൊക്കെ കേട്ട് അരുൺ ഒന്നും മിണ്ടാതെ ഫോൺ വെച്ചു. ലക്ഷ്മി സ്വയം ഓർത്തു, എന്നെപ്പോലെ എത്രയോ അമ്മമാരുണ്ട്, അവർക്കെല്ലാം നോക്കാൻ ഒരു മകനോ മകളോ ഉണ്ടായിരുന്നെങ്കിൽ വൃദ്ധസദനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അവൻ എന്നെ നോക്കുമെന്ന് എത്ര ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവൻ എന്നോട് ചെയ്തത് അവന്റെ മക്കൾ അവനോട് ചെയ്യാതിരിക്കട്ടെ. ആ സമയത്താണ് ഫോൺ ബെല്ലടിച്ചത്. രമ്യയായിരുന്നു. എന്താ മോളെ ഈ സമയത്ത് എന്ന് ലക്ഷ്മി ചോദിച്ചു. വെറുതെ വിളിച്ചതാണെന്ന് പറഞ്ഞ് രമ്യ ലക്ഷ്മിയുടെ വിശേഷങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ലക്ഷ്മി അവളോട് പറഞ്ഞു, നമുക്കിനി സ്വന്തമായൊരു വീട് വേണം. എത്രയെന്ന് പറഞ്ഞാണ് നമ്മൾ വാടക വീട്ടിൽ താമസിക്കുന്നത്? അതും ഒരു ചിലവല്ലേ? ദൈവം അനുഗ്രഹിച്ചാൽ എല്ലാം വാങ്ങാം എന്ന് രമ്യ മറുപടി നൽകി.